ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ സമയം യേശുവിന്റെ അത്ഭുതമായൊരു സാന്നിധ്യം നിങ്ങളിപ്പോൾ ഇരിക്കുന്ന മുറിയിൽ നിങ്ങൾക്ക് വേണ്ടി തരുന്നതിൽ സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. നമുക്ക് ഈ നിമിഷം എഴുന്നേറ്റ് നിന്ന്, ഒരുപക്ഷെ ഒരാളായിരിക്കാം, ഒരുപക്ഷെ ഒരു ഫാമിലി ആയിരിക്കാം, ഒരുപക്ഷെ 10, 30, 50 പേരുടെ ഒരു സമൂഹമായിരിക്കാം. ഇപ്പോൾ കർത്താവിനെ ആരാധിക്കാൻ സഭയോട് ചേരുമോ? ഈ കൂട്ടായ്മയോട് നിങ്ങൾക്ക് ചേരാമോ? ഈ സമയം വലിയ സ്വർഗീയമായ അഭിഷേകം ഈ കൂട്ടായ്മയിലൂടെ കർത്താവ് ലോകത്തിന് പ്രദാനം ചെയ്യുകയാണ്. 2 കരങ്ങൾ ഉയർത്തി അറിയാവുന്നതുപോലെ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീവിക്കുന്ന കർത്താവേ, എന്നും ജീവിക്കുന്ന ദൈവമേ, ആരാധന. നിത്യം സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. സ്തുതി കർത്താവേ, സ്തുതിപ്പിൻ നിത്യം സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. കരങ്ങളടിച്ച് ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഓ ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന ഈ സമയം കുടുംബങ്ങളിൽ നിന്ന് അന്ധകാരങ്ങൾ മാറട്ടെ, മനസ്സിന് ദുഃഖഭാരങ്ങൾ മാറട്ടെ, നിരാശ മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ, എല്ലാ ആത്മഹത്യ ചെയ്തത് വിട്ടുപോകട്ടെ, കൃപ നിറയട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ. ആരാധന എന്റെ കർത്താവേ. പാപങ്ങളിൽ എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാക്കോടി ദൂതരുമാ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാക്കോടി ദൂതരുമാ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. രാജാവേ, ഈ സമൂഹം മുഴുവനെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. മന്ദതയും മരവിപ്പും മാറട്ടെ, അഭിഷേകം നിറയട്ടെ, ഹൃദയം തുറക്കപ്പെടട്ടെ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഈ സമയം തുറക്കപ്പെടട്ടെ. അവൻ വരുന്ന നാളിൽ തന്റെ കരം പിടിച്ച് തന്റെ മാറോടാണ് ചിടുമേ. അവൻ വരുന്ന നാളിൽ തന്റെ കരം പിടിച്ച് തന്റെ മാറോടാണ് ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കാൻ സന്തോഷത്താ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കാൻ സന്തോഷത്താ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. എന്റെ ഉള്ളത്തിൽ വന്നതിനാ. എന്റെ ഉള്ളത്തിൽ വന്നതിനാ.
രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. രാജാവേ, കർത്താവേ, ഗ്ലോറി 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 ഗ്ലോറി. സ്നേഹപിതാവേ, ഈ ശുശ്രൂഷകളിലേക്ക് അവിടുന്ന് തെരഞ്ഞെടുത്ത ഈ മക്കളെ ഓരോരുത്തരെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ. രോഗികളെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവെ. സമാധാനം നഷ്ടപ്പെട്ട ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് സമാധാനം നൽകണമേ. ഇന്ന് ഈ എപ്പിസോഡ്, ഈ വചന ശുശ്രൂഷ ഈ കുടുംബത്തിന്, ഈ മകന്, ഈ മകൾക്ക് ഒരു അത്ഭുതമായി മാറട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ ശാന്തമായി നമുക്കിരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവം തെരഞ്ഞെടുത്തവരെ വിശ്വസിക്കുക. ബിലീവ് the chosen one of God. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 20-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. 2 Chronicles chapter 20 verse 20b. ദൈവത്തിന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരുന്നതിനും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കുടുംബജീവിതത്തിലും സുരക്ഷിതത്വം ഉണ്ടാകുന്നതിനും വേണ്ടി ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്കൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 Chronicles chapter 20 verse 20b. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. നമ്മുടെ ദേശത്ത് ഒരു വൈദികനോ ഒരു സിസ്റ്ററോ ദൈവരാജ്യത്തിന്റെ ഒരു ശുശ്രൂഷകനോ ഉണ്ടെന്നിരിക്കട്ടെ. ആ ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രീതിപാത്രത്തെ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ കർത്താവ് അയച്ചത്, നമ്മുടെ ദേശത്ത് ആ ദൈവദാസന്റെ കാൽപാദങ്ങൾ പതിയാൻ ഇടവന്നത് നമ്മുടെ കുടുംബങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി കൂടിയാണ്, നമ്മുടെ കുടുംബങ്ങളുടെ വിജയത്തിന് വേണ്ടി കൂടിയാണ്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി കൂടിയാണ് എന്ന് തിരുലിഖിതം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇത് വിശ്വസിച്ച ഒരു കുടുംബമുണ്ട്, ഇത് വിശ്വസിച്ച ഒരു ദൈവവൈതലുണ്ട്. എങ്ങനെ കർത്താവ് പ്രവർത്തിച്ചു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞങ്ങൾ ഇരവിമംഗലം കക്കത്തുമല ഇടവകയിൽ നിന്ന് വന്നതാണ്. എവിടുന്നാ? ഇരവിമംഗലം കക്കത്തുമല ഇടവക. എന്റെ പേര് ശ്രീയേക്ക്, ഭാര്യയുടെ പേര് സുജ, കുഞ്ഞിന്റെ പേര് മരിയ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 21 വർഷത്തോളം കേരളത്തിലെ വിവിധ ആശുപത്രികൾ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ നടത്തി, ഒത്തിരി ടെസ്റ്റുകൾ നടത്തി, ഒരു ഫലവും കിട്ടിയില്ല. വിവാഹം കഴിഞ്ഞ് 21 വർഷം. അതിനുശേഷം 2011 അതിരമ്പുര കാരീസ് ഭവനിൽ ബഹുമാനപ്പെട്ട വട്ടായിലച്ഛന്റെ ധ്യാനം 5 ദിവസം കൂടുവാൻ പറ്റി. ആ 5ാം ദിവസം അച്ഛൻ ഞങ്ങളുടെ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച ശേഷം അച്ഛൻ ഒരു വാക്ക് പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. ഞങ്ങൾ അത് പൂർണ്ണമായി വിശ്വസിച്ചു. അപ്പൊ തന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ചു. അതുപോലെ തന്നെ ഞായറാഴ്ചകൾ 8:30 TV ശാലോം TVയിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം ഉണ്ടെന്ന് മനസ്സിലാക്കി. അത് അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ ഞങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് അതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പങ്കെടുത്ത്
2013 നവംബർ മാസം 6 തീയതി ദൈവം ഞങ്ങൾക്ക് മരിയ എന്ന കുഞ്ഞിനെ ദാനമായി നൽകി. അല്ലേ, ഇവര് കല്യാണം കഴിഞ്ഞ് എത്ര വർഷം മക്കളില്ലായിരുന്നു? 23-ാം വർഷമാണ് ഞാൻ കുഞ്ഞിനെ കിട്ടുന്നത്. 21 വർഷം ട്രീറ്റ്മെന്റ് നടത്തി, മക്കളില്ല. 22ാമത്തെ വർഷം ഇവര് അഭിഷേകാഗ്നി കൺവെൻഷൻ കൂടി. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, 22 വർഷമായി അച്ഛ മക്കളില്ല, ഒരു ബ്ലെസ്സിങ് കൊടുത്തു പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ആ അനുഗ്രഹം അവർ സ്വീകരിച്ചു. ആ വർഷം തന്നെ ഗർഭിണിയായി. 23ാമത്തെ വർഷത്തിൽ ഇതാ കുട്ടിയെ കൊടുത്തു. ആ കുട്ടിയുമായി ഇന്ന് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്നിട്ട് ഇതാ ഇവർ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഒരു 2 വർഷം കൊണ്ട് കഴിഞ്ഞെങ്കിൽ അബ്രാഹത്തെ പോലെ ആയേനെ. 25 വർഷം എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അബ്രാഹത്തിന്റെ പകുതി വയസ്സായിരുന്നു. എനിക്ക് 50 വയസ്സ് പൂർത്തിയായി. ദൈവമേ, 50ാമത്തെ വയസ്സില് സാറയുടെ വയസ്സപ്പ് എത്രയായിരിക്കും എന്നൊക്കെ പറ. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി സന്തോഷമായി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഗ്ലോറി 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 ഗ്ലോറി. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ കേരളക്കരയിൽ 23 വർഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ലാതെ ആ കുടുംബം ക്ലേശിക്കുക. എത്രയോ പ്രാർത്ഥനകൾ, തീർത്ഥാടനങ്ങൾ, ട്രീറ്റ്മെന്റുകൾ, അവർക്കറിയാവുന്നതും അവരോട് മറ്റുള്ളവർ പറഞ്ഞ സർവ്വ കാര്യങ്ങളും ചെയ്ത് ഒരു ഉത്തരവില്ലാതിരിക്കുക. അപ്പോഴാണ് ദൈവം തെരഞ്ഞെടുത്ത് ദൈവവിളിയുള്ള ഒരു വൈദികന്റെ അടുത്തേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് അവർക്ക് പ്രേരണ കൊടുത്തു. ആ വൈദികൻ ഒരു മിനിറ്റ്, ഒരു അരമിനിറ്റ്, ഒരു ബ്ലെസ്സിങ്, ഓക്കെ, ദൈവം അത്ഭുതമാക്കി മാറ്റി. ഇതാണ് ദൈവവിളിയുടെ ശക്തി. യേശയ്യായുടെ പുസ്തകം 44-ാം അധ്യായം 26-ാം തിരുലിഖിതം വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവ് തന്റെ ദാസരുടെ വാക്കുകൾ നടപ്പാക്കുകയും തന്റെ ദൂതരുടെ ഉപദേശത്തെ നിവർത്തിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ദാസരുടെ വാക്ക് നടപ്പാക്കുന്ന കർത്താവ്, തന്റെ ദൂതരുടെ ഉപദേശം, ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് ദൈവം അങ്ങ് നടപ്പാക്കും. ഒരച്ഛൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ നമ്മളെ നോക്കി പറയാണ്, നിങ്ങൾ ഒരു 33 വിശ്വാസ പ്രമാണം ചെല്ല്, നിങ്ങൾ എല്ലാ ഞായറാഴ്ച മുടങ്ങാതെ ദേവാലയത്തിലേക്ക് പോ, നിങ്ങൾ ഒരു 7 വെള്ളിയാഴ്ച പ്രാർത്ഥിക്ക്, നിങ്ങൾ ഒരു 50 വെള്ളിയാഴ്ച കരുണയുടെ നൊവേന ചൊല്ല്. ഇത് പറയുമ്പോ ഒരു നിസ്സാര കാര്യമായിട്ട് കണക്കാക്കരുത് മക്കളെ. ഇന്ന് പലർക്കും, പല കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് യുവാവേ, യുവതി, കുഞ്ഞെ, നീ ഒരു വിദ്യാർത്ഥിയോ ഒരു കോളേജ് സ്റ്റുഡന്റോ ആയിരിക്കാം. നീ നിന്റെ കോളേജിലേക്ക് ചെല്ലുമ്പോൾ, നീ നിന്റെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ വൈദികരെ കുറിച്ചും സിസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള നിന്റെ ഹൃദയത്തിലെ ബഹുമാനവും നിന്റെ ദൈവികമായ മനോഭാവവും തകർക്കുന്ന പല ദുരുപദേശങ്ങൾ ഈ ലോകം നിന്റെ ഹൃദയത്തിലേക്ക് വിതയ്ക്കും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നട്ടുപിടിപ്പിച്ച ദൈവീകമായ ആദരവ്, അവരെ ദൈവീകമായി കാണുന്ന ആ ദൈവീകമായ ഒരു അഭിഷേകം നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ, അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 29-ഉം 30-ഉം തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക, സർവശക്തിയോടും കൂടി സ്രഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കുകയും അരുത്, കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും ചെയ്യുവീൻ. ഇത് രണ്ടും ഒരുമിച്ചാണ് മിക്ക സ്ഥലത്തും ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. കർത്താവിനെ ഭയപ്പെടുക, പുരോഹിതനെ ബഹുമാനിക്കുക. ഇന്ന് ലോകം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടതടവില്ലാതെ വിതച്ചുകൊണ്ടിരിക്കുന്ന ദുർചിന്തകളുണ്ട്, വിപരീത അരൂപിയുടെ പീഡയുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സാത്താൻ വളരെ വേഗം അത് നശിപ്പിച്ചു കളയാൻ ആഗ്രഹിക്കുന്ന 2 സുകൃതങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തോടുള്ള
ആദരവ് കലർന്ന ബന്ധവും സ്നേഹവും ദൈവഭയവും ദൈവഭക്തിയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും സാത്താൻ വളരെ വേഗം എടുത്തു കളയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മക്കളെ ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കുടുംബത്തിലെ സ്ഥിതി, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി ചിന്തിച്ചു നോക്ക്. ആദ്യകാലങ്ങളിൽ കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുപ്പം, ദേവാലയ കർമ്മങ്ങളോട് താല്പര്യം, പഠിച്ചു, ജോലിയായി, വിദേശത്തായി, വലിയ പട്ടണങ്ങളിലേക്ക് വന്നു. എന്താണ് കുടുംബത്തിൽ നിന്ന് ആദ്യം നഷ്ടപ്പെട്ടു പോയത്? സന്ധ്യാപ്രാർത്ഥന, ദൈവഭക്തിയുടെ അന്തരീക്ഷം, ദൈവികമായ അന്തരീക്ഷങ്ങളെല്ലാം കുടുംബത്തിൽ നിന്ന് പോയി. നീ പഠിച്ച് കൂടുതൽ വലുതായപ്പോ, കല്യാണം കഴിഞ്ഞപ്പോ, മക്കൾ ജനിച്ചപ്പോ, ജോലി പ്രൊമോഷൻ കിട്ടിയപ്പോ, ശമ്പളം കൂടിയപ്പോ, പുതിയ വീട് വെച്ചപ്പോൾ, പുതിയ പട്ടണത്തിലേക്ക് വന്നപ്പോൾ ആദ്യം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോയത് ദൈവത്തോടുള്ള ആദരവ് കലർന്ന ബന്ധം, ദൈവഭക്തിയും ദൈവഭയവും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, പുരോഹിതന്മാരുള്ള ബന്ധവും അവരോടുള്ള ബഹുമാനവും. പണ്ട് ഒരു രോഗം വന്നാൽ, ക്ലേശം വന്നാൽ, ഒരു കുടുംബ പ്രശ്നം വന്നാൽ വേഗം പള്ളിയിലേക്ക് പോകുന്നു, തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, ദൈവദാസനെ കണ്ടുമുട്ടുന്നു, പ്രാർത്ഥിക്കണം, എന്റെ കുടുംബത്തിൽ സമാധാനം ഇല്ല, ഭാര്യ ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ട്, കുടുംബകലഹമാ, സംശയമാ, കുടുംബത്തിൽ മാരകവ്യാധികളാ, പകർച്ചവ്യാധിയാ, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലും ദൈവിക കാര്യങ്ങളിലും ഒരു ഹൃദയത്തുറവി. എന്നാൽ ജീവിതത്തിന്റെ ഈ യാത്രയിൽ എവിടെയോ വെച്ച് അത് പതുക്കെ സാത്താൻ വന്ന് അങ്ങോട്ട് എടുത്തു കളഞ്ഞു. ഇന്ന് കൈമുതലായി ആ ഒരു സുഹൃത ഇല്ല. ഡിപ്രഷൻ, ആത്മഹത്യാ പ്രവണത, മദ്യത്തോടുള്ള ആസക്തി, തകർന്ന അരിപ്പണമായി വിവാഹമോചനത്തിനുണ്ട് ഭ്രാന്തമായ ആഗ്രഹം, മാതാപിതാക്കന്മാരെ ഒഴിവാക്കുക. പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നോ? മാതാപിതാക്കന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്രാർത്ഥിച്ചും യോജിപ്പിച്ചും സംസാരിച്ചും ദേവാലയത്തിൽ പോയും ധ്യാനങ്ങൾ കൂടിയും ഒക്കെ നേരെയൊക്കെ നോക്കുമായിരുന്നില്ലേ? കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും പ്രശ്നം വന്നാൽ ഇതുമാതിരി ഭ്രാന്തമായി വിവാഹമോചനത്തിന് വേണ്ടിയുള്ള വ്യഗ്രതയായിരുന്നു അന്നുണ്ടായിരുന്നത്. ദൈവകൃപയും ദൈവചിന്തയും അന്ന് നമ്മളെ നയിച്ചിരുന്നു, നമ്മുടെ കുടുംബങ്ങളെ നയിച്ചിരുന്നു. പള്ളിയിലേക്ക് പോകും, പ്രാർത്ഥിക്കും, ധ്യാനം കൂടും, എങ്ങനെയെങ്കിലും ശരിയാക്കാൻ നോക്കും. അതുപോലെ ഓരോ കാര്യങ്ങള്. ഇന്ന് ആത്മഹത്യ കൂടുക, ഡിപ്രഷൻ, അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള കുടുംബ തകർച്ച, മനസ്തകർച്ച, ബന്ധങ്ങളുടെ തകർച്ച. പ്രിയപ്പെട്ട സഹോദരനൊക്കെ തുടക്കം ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടി വീണെന്ന് വിചാരിക്കരുത്. എങ്ങനെ തുടങ്ങിയത്? ആദ്യം ദൈവത്തോടുള്ള ബന്ധങ്ങളിൽ സാത്താൻ കൈവച്ച്, പിന്നെ പുരോഹിതന്മാരുള്ള ബന്ധങ്ങളിൽ സാത്താൻ കൈവച്ച്. ശരിയാണ്, അവിടെ ഇവിടെ കുറച്ച് വൈദികർ ചില വീഴ്ചകളുണ്ട്. അത് ഇന്ന് മാത്രമല്ല, ലോകാരംഭം തൊട്ട് ഈശോ തെരഞ്ഞെടുത്ത 12 പേര് തൊട്ട് തുടങ്ങിയ എല്ലാവരുടെ കാലത്തും ഉണ്ടായിരുന്നു. അത് 12-ൽ 1. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ പുതിയതായിട്ട് തുടങ്ങിയതൊന്നും അല്ല ഇതെന്ന് നിങ്ങൾ വിചാരിക്കണം. സാത്താൻ ഒരാഗ്രഹമുണ്ട്, നാം വൈദികരുമായുള്ള ബന്ധത്തിൽ ക്ഷയിച്ചു പോകണം, ഇടവകയുടെ ബന്ധത്തിൽ നമ്മൾ ക്ഷയിക്കണം, ദൈവവുമായുള്ള ബന്ധത്തിൽ ക്ഷയിക്കണം. മകനെ, മകളെ, നിന്റെ കുടുംബവും ഇന്ന് ഇടവകയുള്ള ബന്ധത്തിൽ എങ്ങനെ ഇരിക്കുന്നത്? ഇന്ന് വൈദികനുമായുള്ള ബന്ധത്തിൽ എങ്ങനെ ഇരിക്കുന്നത്? ഇന്ന് ദൈവവുമായുള്ള ബന്ധത്തിൽ എങ്ങനെ ഇരിക്കുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 29-30 വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരുത്തി. ഹൃദയത്തിൽ നിന്ന് ആ ബന്ധം നഷ്ടപ്പെട്ടു പോകരുത്. ഇത് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ബിലീവ് ദ ചോസൺ വൺ ഓഫ് ഗാഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല വിശ്വാസം ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷമാകാം. എന്നാൽ കുടുംബത്തിൽ പലരും എതിർ മാർഗത്തിൽ നടക്കുകയാണ്. കുടുംബത്തിൽ പലരും സാത്താന്യ പീഡയാൽ ഞെരുങ്ങുകയാണ്. ഹൃദയം തുറക്കാൻ പറ്റുന്നില്ല. ദേവാലയ കാര്യങ്ങളെ കുറിച്ച് എന്നും മനപ്രയാസം. ഓരോ കാര്യങ്ങളിലും അവരുടെ ഹൃദയം ദൈവത്തിൽ നകന്നു പോകുന്നു. ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും നല്ല നല്ല ചിന്തകൾ വിട്ട് ദുർചിന്ത, എതിർചിന്ത, മാത്സര്യം, ഇടവകയോട് മാത്സര്യം, വൈദികരോട് മത്സരം, ദൈവത്തോട് മാത്സര്യം. ഇന്ന് ഈ സമയം നമ്മൾ കർത്താവിനോട് അപേക്ഷിക്കുകയാണ്, എന്റെ ദൈവമേ, എന്റെ കുടുംബത്തെ രക്ഷിക്കണം. ഞങ്ങൾക്ക് ആദ്യകാലങ്ങളിലെ പോലെ നൈസർഗികമായ നിഷ്കളങ്കമായൊരു ബന്ധം ദൈവത്തോട് തരണം കർത്താവേ. നിഷ്കളങ്കമായൊരു ബന്ധം ആത്മീയ മണ്ഡലങ്ങളോട് ഞങ്ങൾക്ക് തുറന്നു തരണമേ കർത്താവേ. അവിടെ നിന്നാണ് നൽകുന്നത്. യോഹന്നാന്റെ സുവിശേഷം
3:27 സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. 2 കരങ്ങൾ ഉയർത്തുന്നു. ഓ ദൈവമേ, കൃപ ചൊരിയണമേ. ദൈവമേ, സഭയെ ഉൾക്കൊള്ളാൻ കൃപ ചൊരിയണമേ. വൈദികരെ ഉൾക്കൊള്ളാൻ കൃപ ചൊരിയണമേ. തെറ്റുകളും കുറ്റങ്ങളുള്ള വൈദികരെ കാണുമ്പോൾ, തെറ്റുകളും കുറ്റങ്ങളുള്ള അവസ്ഥകൾ കേൾക്കുമ്പോൾ മനസ്സ് പതറാതെ ദൈവവചനത്തെ മുറുകെ പിടിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രകാശത്തിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ കണ്ട് വിശ്വാസത്തിൽ മുന്നേറാൻ കൃപ ചൊരിയണമേ. 2 കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയൂ ദൈവമേ, പിതാവേ, ദൈവ കൃപ ചൊരിയൂ. യേശുവേ, യേശുവിൻ കൃപ ചൊരിയൂ. ആത്മാവേ, ആത്മാവിൻ കൃപ ചൊരിയൂ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിച്ച് കൃപ ചൊരിയൂ ദൈവമേ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. യേശുവിൻ കൃപ ചൊരിയൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ, ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ, ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമേ, മക്കളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, യുവതിവാക്കന്മാരെ സമർപ്പിക്കുന്ന കർത്താവേ, വൈദികരുമായി കലഹത്തിലും വഴക്കത്തിലിരിക്കുന്ന എളിയ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, വിശ്വസിക്കാൻ പറ്റാത്ത മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തി കൃപ ചൊരിയൂ ദൈവമേ, കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. എല്ലാ കുടുംബാംഗങ്ങളിലേക്കും കൃപ വർഷിക്കണമേ. യേശുവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. ഹെബ്രായ ലേഖനം 5-ാം തിരുലിഖിതം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുകയല്ലാതെ ആരും സ്വയമേവ ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.